ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. റേഷ്യോ, പ്രപ്പോർഷൻ, ഇൻഡിസസ്, ലോഗരിതംസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ അത് റിവൈസ് ചെയ്ത് തരാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, റേഷ്യോ എന്താണെന്ന് പറഞ്ഞു. റേഷ്യോയിൽ തന്നെ ടൈപ്പ് ഓഫ് റേഷ്യോ ഉണ്ട്, ഇൻവേഴ്സ് റേഷ്യോ ഉണ്ട്, കോമ്പൗണ്ട് റേഷ്യോ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ശേഷം നമ്മൾ എന്ത് ചെയ്തു, റേഷ്യോയുടെ കുറേ പ്രോപ്പർട്ടീസ്, കുറേ റേഷ്യോക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സോ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ താഴോട്ട് വന്നു ഓരോ എക്സാമ്പിൾസുകൾ ചെയ്തു. ഓരോ എക്സാമ്പിൾസുകളൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മൾ താഴോട്ട് വന്നിട്ട് എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, എന്താണ് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, എന്താണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ, എന്താണ് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഒക്കെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ചോദിക്കാറുണ്ടോ, രണ്ടോ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരും തീർച്ചയായിട്ടും. സോ പിന്നെ അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് എക്സസൈസ് 1A ആണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൽ ഇനി കുറച്ചുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് 20 to 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നിങ്ങളിത് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊന്നുകൂടെ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണത്. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിക്കോ, ഫസ്റ്റ് വൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് P is to Q is subduplicate ratio of P minus H square is to Q minus H square. അങ്ങനെയാണെങ്കിൽ then H square is, H square എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? താഴെ ഒരു 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും, ഞാൻ വായിക്കുന്നില്ല. സോ അതിൽ ഏത് ഓപ്ഷൻ ആണെന്നുള്ളത്. സോ നമുക്കിവിടെ എന്താ പറഞ്ഞത്, P is to Q എന്ന് പറയുന്നത് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് P minus H square is to Q minus H square. എന്താ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ് അല്ലെ. A is to Bയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് എന്ത്? എ സ്ക്വയർ. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് എന്ത്? എ സ്ക്വയർ ബി സ്ക്വയർ അല്ലെ. എ ഈസ് ടു ബിയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ് എന്ത്? റൂട്ട് എ റൂട്ട് ബി. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്നും സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്നും മനസ്സിലാക്കാം. സോ നമുക്ക് മനസ്സിലാവും ഇതാണ് എന്ത്, ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ, സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. സോ നമുക്ക് പറയാൻ പറ്റും, എന്ത് പറയാൻ പറ്റും? ഞാൻ നോക്കടാ, ഇവിടെ ഇതിനെ P is to Qനെ P/Q എന്നും P minus H squareനെ P minus H square is to Q minus H square ഞാൻ ഇങ്ങനെ എഴുതാം. സോ എന്തിനാ വെച്ചാൽ നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നോക്കടാ, ഇതിന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ത്? P/Q. അങ്ങനെ വെച്ചാലടാ Pനെയും Qനെയും സ്ക്വയർ ചെയ്യുമ്പോൾ ഇതിനോട് ഈക്വൽ ആവണ്ടേ? കാരണം നമുക്കറിയാം, നമ്മുടെ റൂട്ട് എ ബൈ റൂട്ട് ബി സിക്വൽ ടു എ ബൈ ബി. നമ്മുടെ എ ബൈ ബിയുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് റൂട്ട് എ ബൈ റൂട്ട് ബി. അപ്പൊ ഇതിനെ സ്ക്വയർ എടുക്കുമ്പോൾ അല്ലേ, റൂട്ട് എയുടെ സ്ക്വയർ എന്താ എ, റൂട്ട് ബിയുടെ സ്ക്വയർ എന്താ ബി. കണ്ടോ, എ ബൈ ബിക്ക് ഈക്വൽ അല്ലേ. അതായത് സബ് ഡ്യൂപ്ലിക്കേറ്റിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് ഏതിന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അതിനോട് ഈക്വൽ ആവും. മനസ്സിലായോ? അപ്പൊ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ നോക്കണം, ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് എങ്ങനെ എഴുതാൻ പറ്റും? ഞാൻ ഒന്നുകൂടെ വൃത്തിക്ക് എഴുതാ വെച്ചാൽ P square by Q square is equal to P minus H square by Q minus H square. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മൾ H square ഫൈൻഡ് ചെയ്യണം. എങ്ങനെ H square ഫൈൻഡ് ചെയ്യുന്നത് നോക്കിക്കോ. ആദ്യം ഞാൻ ഈ Q square മൈനസ് ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാം. സോ എങ്ങനെയായിട്ട് മാറും? ഇത് ആൾറെഡി P square ഉണ്ട്. സോ ഈ Q squareനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാം, ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? Q minus H square equal to ഈ Q സ്ക്വയറിനെ ഇങ്ങോട്ടും ട്രാൻസ്പോസ് ചെയ്യാം. അപ്പൊ എന്ത് വരും? Q സ്ക്വയർ ഇൻറ്റു എന്ത് വരും? ഇവിടെ ആൾറെഡി P മൈനസ് H സ്ക്വയർ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോസ് ചെയ്യാം. ട്രാൻസ്പോസ് ചെയ്യണം എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. P സ്ക്വയർ ഇൻറ്റു Q, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ അറിയാലോ. ആദ്യം P സ്ക്വയർ ഇൻറ്റു Q ചെയ്യാം. അപ്പൊ P സ്ക്വയർ ഇൻറ്റു Q എന്താ? P സ്ക്വയർ Q മൈനസ് P സ്ക്വയർ ഇൻറ്റു H സ്ക്വയർ P സ്ക്വയർ H സ്ക്വയർ ഇക്വൽ ടു Q. ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം റൈറ്റ് സൈഡിലോ. ഇപ്പൊ എന്ത് വരും? Q സ്ക്വയർ P മൈനസ് Q സ്ക്വയർ H സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ H സ്ക്വയർ ഉള്ള ടേംസ് ഒക്കെ ഓരോരുത്തർ കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ ഇവിടെ ഇതുണ്ടോ, ഇതിൽ H സ്ക്വയർ ഉണ്ട്, ഇവിടെയും H സ്ക്വയർ ഉണ്ട്, രണ്ടിലും H സ്ക്വയർ ഉണ്ട്. അപ്പൊ H സ്ക്വയർ ഉള്ള ടേംസ് ഒക്കെ എന്ത് ചെയ്യാം? ഒരേ സൈഡിലോട്ട് കൊണ്ടുവരാം. സോ നോക്കിക്കോ, ഞാൻ ഈ P സ്ക്വയർ മൈനസ്
പി സ്ക്വയർ എച്ച് സ്ക്വയറിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാണ്. അതുപോലെ തന്നെ ഈ ക്യൂ സ്ക്വയർ മൈനസ് പിന്നെ ഇങ്ങോട്ട്. അപ്പം എന്തായിട്ട് മാറും അടുത്ത സ്റ്റെപ്പിൽ? പി സ്ക്വയർ ക്യൂ അല്ലേ, ഈ ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ പി ഇങ്ങോട്ട് വരുമ്പോൾ ക്യൂ സ്ക്വയർ പി സിക്വൽ ടു ഈ പി മൈനസ് പി സ്ക്വയർ എച്ച് സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും പി സ്ക്വയർ എച്ച് സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ എച്ച് സ്ക്വയർ. ഇപ്പോഴും നാം ജസ്റ്റ് ട്രാൻസ്പോസ് ചെയ്തു. എന്താ ഉണ്ടായത്? എക്സ് ഉള്ള ടേംസിനൊക്കെ ഒരു സൈഡിലോട്ടും എക്സ് ഇല്ലാത്ത ടേംസിന് ഒരു സൈഡിലോട്ടും വന്നു. ഓക്കെ, പിന്നെ എക്സ് സ്ക്വയർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നോക്കിക്കോ, ഇപ്പൊ നോക്കട്ടെ, ഇനി ഈ ഒരു ടേമിലോട്ട് നോക്കിയേ. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരുള്ളത്? പി ക്യൂ അല്ലെ. ഫസ്റ്റ് ഇതിൽ നോക്കട പി സ്ക്വയർ എച്ച് സ്ക്വയർ, അത് പി സ്ക്വയർ ക്യൂ അല്ലെ. ഫസ്റ്റ് നോക്കട പി സ്ക്വയർ ക്യൂ, അതിൽ രണ്ട് പിയും ഒരു ക്യൂ മൈനസ് ക്യൂ സ്ക്വയർ പി, രണ്ട് ക്യൂവും ഒരു പിയും. രണ്ടിൽ കോമൺ ആയിട്ട് ആരുണ്ടെന്ന് അറിയോ? പി ക്യൂ ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഒന്ന് പി ക്യൂ അല്ലെ. ഫസ്റ്റ് ഈ ടേമിൽ നിന്ന് പി ക്യൂ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ക്യൂവും പോയി പിയും പോയി. അപ്പൊ രണ്ട് പി ഉണ്ടായിട്ട് ഒരു പി ബാക്കി ഉണ്ടാവും മൈനസ് ക്യൂ സ്ക്വയർ പി എന്ന് പി ക്യൂ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? പിയും പോയി ക്യൂവും പോയി, അവിടെ ക്യൂ ബാക്കി ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കോമൺ ആയിട്ടുള്ള ഔട്ട് സൈഡിലോട്ട് എടുത്തു. ഇനി ഇവിടെ രണ്ടിലും കോമൺ ആരുള്ളത്? എച്ച് സ്ക്വയർ. സോ എച്ച് സ്ക്വയർ ഔട്ട് സൈഡിലോട്ട് എടുക്കും. അപ്പൊ എന്ത് വരും? അല്ലെ, ഇവിടുന്ന് എച്ച് സ്ക്വയർ പോയി കഴിഞ്ഞാൽ അവിടെ ബാക്കി പി സ്ക്വയർ ഉണ്ടാവും മൈനസ് ക്യൂ സ്ക്വയർ എച്ച് സ്ക്വയറിന് എച്ച് സ്ക്വയർ പോയി കഴിഞ്ഞാൽ ആരുണ്ടാവും? ക്യൂ സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, ഇനി ഞാൻ നോക്കടാ, ഈ എച്ച് സ്ക്വയർ ഈ പി സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഉണ്ടല്ലോ, ഇതിനെ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാം. സോ നോക്കടാ, ഇവിടെ ഇൻറ്റു ആണ്. സോ പുറത്തോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും. ബാക്കി ഞാൻ ഇവിടെ എഴുതാം. സോ നോക്കിക്കോ, പി ക്യൂ ബ്രാക്കറ്റിൽ പി മൈനസ് ക്യൂ സിക്വൽ ടു ഇവിടെ എച്ച് സ്ക്വയർ ഉണ്ട്. ഈ എച്ച് സ്ക്വയറിൻ്റെ ഉള്ള പി സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യും. അപ്പോൾ എന്തൊരു? പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്കൊരു ഐഡന്റിറ്റി അറിയണം. നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഇക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? ഈ ഐഡന്റിറ്റി അറിയണം. സോ ഈ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് പി ക്യൂ ബൈ പി മൈനസ് ക്യൂ, അത് അതുപോലെ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്റർ പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ അല്ലേ, അതെന്ന് പറയുന്നത് ഈ ഐഡന്റിറ്റി പ്രകാരം അല്ല കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഈ സൈഡ് എഴുതി കൊടുക്കുക. ഇതിന്റെ ലൈറ്റ് സൈഡ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയറിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നല്ലോ? പി പ്ലസ് ക്യൂ ഇൻറ്റു പി മൈനസ് ക്യൂ എന്ന് എഴുതാൻ പറ്റും സിക്വൽ ടു എച്ച് സ്ക്വയർ. ഇതിൽ നോക്കണം, പി മൈനസ് ക്യൂ ക്യാൻസൽ ആയിട്ട് പോകും. ദെൻ എന്ത് വരും? പി ക്യൂ ബൈ പി പ്ലസ് ക്യൂ സിക്വൽ ടു എച്ച് സ്ക്വയർ. അപ്പൊ നമ്മുടെ ആൻസർ ആയില്ലേ? എച്ച് സ്ക്വയർ ഇസ് ഇക്വൽ ടു പി ക്യൂ ബൈ പി പ്ലസ് ക്യൂ. വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം കുറച്ച് ലെങ്തി ആണ്. ഓക്കെ, യെസ്. അപ്പൊ നോക്കിക്കോ, ഇതിൽ നമ്മുടെ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഡെപ്ത് ഉള്ളതാണ്. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി ചോദിക്കാം. ഓക്കെ, യെസ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയിവിടെ. അപ്പോൾ ഓപ്ഷൻ സി. ഇനി ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് 21. കുറച്ച് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കിക്കോ, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നോക്കിക്കോ, 2s is to 3t is duplicate ratio of 2s minus p is to 3t minus p. Then താഴെ പറയുന്ന ഏത് കണ്ടീഷൻ, അവിടെ എക്സ് സ്ക്വയർ ആണെന്നൊന്നും ചോദിച്ചിട്ടില്ല, താഴെ പറയുന്ന ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ നോക്കിക്കോ, ഫസ്റ്റ് ഇവിടെ എന്താ പറഞ്ഞത്? 2s is to 3t, അതായത് 2s by 3t എന്ന് പറയുന്നത് ആരുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ്? ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ആരാണ്? 2s മൈനസ് പി ബൈ 3t മൈനസ് പി. നമുക്കറിയാം ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ആണ്, ഇത്. അതായത് ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ അപ്പൊ എങ്ങനെയാ ചെയ്ത് കിട്ടണ്ടേ അല്ലേ? അപ്പൊ നോക്കടാ, ഇതിന്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അല്ലേ? അപ്പൊ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞാൽ സ്ക്വയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും, അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2s by 3t is equal to ഏതിന്റെ സ്ക്വയർ? 2s മൈനസ് പി ദ ഹോൾ സ്ക്വയർ. ഇവിടെ രണ്ട് ടേം ഉണ്ടായതുകൊണ്ട് ഹോൾ സ്ക്വയർ കൊടുക്കണം. ഓക്കെ, ഡിവൈഡഡ് ബൈ 3t മൈനസ് പി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നോക്കട്ടെ, സ്ക്വയർ ചെയ്യാം അല്ലെ? നിങ്ങൾക്ക് അറിയാം വാട്ട് ഈസ്, ഇവിടെ ഒരു ഐഡന്റിറ്റി അറിയണം, a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. വാട്ട് ഈസ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്യുന്നത്. സോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും?
2s മൈനസ് 3t സിക്വൽ ടു 2sന്റെ സ്ക്വയർ അല്ലെ എ സ്ക്വയർ മൈനസ് 2sന്റെ സ്ക്വയർ എന്താ 2യുടെ സ്ക്വയർ 4 sന്റെ സ്ക്വയർ s സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി അപ്പം എന്തായാലും 2 ഇൻറ്റു 2s ഇൻറ്റു പി പ്ലസ് പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 3tയുടെ സ്ക്വയർ എത്ര 9t സ്ക്വയർ മൈനസ് 3t ഇൻറ്റു പി ഇൻറ്റു 2 അല്ലേ പ്ലസ് പി സ്ക്വയർ ഓക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ഇനി നോക്കിക്കോ ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാണ് 2s ബൈ 3t സിക്വൽ ടു 4s സ്ക്വയർ മൈനസ് ഇതൊക്കെ ഇൻറ്റു ചെയ്യുമ്പോൾ 4sp എന്ന് വരും പ്ലസ് പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 9t സ്ക്വയർ മൈനസ് 6pt പ്ലസ് പി സ്ക്വയർ ഞാൻ ജസ്റ്റ് ആ നമ്പേഴ്സൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയെന്നുള്ളൂ ഓക്കെ യെസ് ദെൻ ഞാൻ അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ഈ ഒരു ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഈ 3tയെ ഇങ്ങോട്ടും ട്രാൻസ്പോസ് ചെയ്യാം അപ്പം എങ്ങനെയായിട്ട് വരും നോക്കിക്കോ 2s ഈ ടേമിന് ഇങ്ങോട്ട് വരുമ്പോൾ 3t സ്ക്വയർ മൈനസ് 6pt പ്ലസ് പി സ്ക്വയർ സിക്വൽ ടു 3t ഇൻറ്റു 3tനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് വരും 3t 4h സ്ക്വയർ മൈനസ് 4sp പ്ലസ് പി സ്ക്വയർ ഇത്രയും ഓക്കെ ആണോ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോസ് ചെയ്തെന്നുള്ളൂ യെസ് ഞാൻ ബാക്കി ചെയ്യാണ് ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം നമ്മൾ 20th ക്വസ്റ്റ്യനിൽ പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അപ്പോൾ എന്ത് വരും 2sന് എല്ലാ ടേംസ് ആയിട്ട് എന്ത് ചെയ്യണം അപ്പോൾ 2s ഇൻറ്റു 9t സ്ക്വയർ 2 ഇൻറ്റു 9 എത്ര 18 പിന്നെ st സ്ക്വയർ ഉണ്ടാവും അല്ലേ അപ്പോൾ st സ്ക്വയർ മൈനസ് 2s ഇൻറ്റു മൈനസ് 6pt അല്ലേ അപ്പോൾ 2 ഇൻറ്റു 6 എത്ര 12 പിന്നെ ഇവിടെ ഒരു s ഉണ്ട് പിന്നെ ഒരു വീണ്ടും ടി ഇല്ല അപ്പോൾ എന്ത് വരും spt എല്ലാ ടേംസും എഴുതും പ്ലസ് 2s ഇൻറ്റു പി സ്ക്വയർ അപ്പോൾ എന്ത് വരും 2sp സ്ക്വയർ ഗോട്ട് ഇറ്റ് ഇനി അതുപോലെ ഈ റൈറ്റ് സൈഡിലും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അപ്പോൾ എന്ത് വരും 3t ഇൻറ്റു 4s സ്ക്വയർ അല്ലേ 3 ഇൻറ്റു 4 എത്ര 12 s സ്ക്വയർ ടി മൈനസ് 3t ഇൻറ്റു 4sp അല്ലേ 3 ഇൻറ്റു 4 എത്ര 12 പിന്നെ spt ഓക്കെ യെസ് ഇവിടെ പ്ലസ് ലാസ്റ്റ് 3t ഇൻറ്റു പി സ്ക്വയർ അപ്പോൾ എന്ത് വരും പ്ലസ് 3t പി സ്ക്വയർ ഓക്കെ യെസ് ഇനി നോക്കിക്കോ കോമൺ ആയിട്ടുള്ള ടേംസ് ഒക്കെ നമുക്ക് ക്യാൻസൽ ആക്കാൻ പറ്റും നോക്കിക്കോ ഇവിടെ നോക്കട്ടെ മൈനസ് 12spt ഉണ്ട് ഇവിടെയും മൈനസ് 12spt ഉണ്ട് സോ നോക്കട്ടെ ആക്ച്വലി ഇതിങ്ങനെ ക്യാൻസൽ ആവണമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആക്കാൻ പറ്റും അതായത് ഇവിടെ ഓരോരുത്തരും മൈനസ് ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ടാകുമ്പോൾ ആക്ച്വലി നമ്മുടെ ഈ മൈനസ് 12spt ഇങ്ങോട്ട് വന്നാൽ അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാ വെച്ചാൽ അത് പ്ലസ് ആവും അപ്പോൾ ഒരു പ്ലസ് ടേമും മൈനസ് ടേമും പരസ്പരം എന്തായിട്ട് പോകും ക്യാൻസൽ ആയിട്ട് പോകും അപ്പോൾ അത് ക്യാൻസൽ ആയിട്ട് പോയി ബാക്കിയുള്ള ടേംസും നമുക്ക് ജസ്റ്റ് എടുത്ത് എഴുതാം ബാക്കി എന്തുള്ളത് 18st സ്ക്വയർ പ്ലസ് 2sp സ്ക്വയർ ഈക്വൽ ടു 12s സ്ക്വയർ ടി പ്ലസ് 3tp സ്ക്വയർ ഇനി ഞാൻ ജസ്റ്റ് അടുത്ത 3 ട്രാൻസ്പോസ് ചെയ്യാൻ പോവാണ് ഈ 3tp സ്ക്വയർ ഉണ്ടല്ലോ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ 18st സ്ക്വയർ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോസ് ചെയ്യാം സോ എങ്ങനെ വരും നോക്കിക്കോ എന്ത് വരും ഇവിടെ ആൾറെഡി ആരുണ്ട് 2sp സ്ക്വയർ ഉണ്ട് ഈ 3tp സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 3tp സ്ക്വയർ ഈക്വൽ ടു ഇവിടെ ആൾറെഡി 12s സ്ക്വയർ ടി ഉണ്ട് ഇതിന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് 18st സ്ക്വയർ ഓക്കെ യെസ് ഇനി നോക്കിക്കോ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരുള്ളത് ഇപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട് പി സ്ക്വയർ ഉണ്ട് അല്ലേ സോ പി സ്ക്വയറിനെ കോമൺ ആയിട്ട് എടുക്കുക ഇപ്പൊ ഇവിടുന്ന് പി സ്ക്വയർ കോമൺ ആയിട്ട് 2s മൈനസ് 3t എന്ന് വരും ഓക്കെ യെസ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ആര് കോമൺ ഉണ്ടെന്ന് അറിയാം ഇതിൽ നമ്മുടെ 12ൽ 6 ഉണ്ട് 18ലും 6 ഉണ്ട് അപ്പൊ നോക്കട്ടെ ഇവിടെ ഇതിലും s സ്ക്വയർ ടി ഉണ്ട് ഇവിടെ st ഉണ്ട് സോ രണ്ടിലും st ഉണ്ട് പിന്നെ 6 ഉണ്ട് അപ്പൊ ഇവിടുന്ന് കോമൺ ആയിട്ട് 6st എടുക്കുക അപ്പൊ നോക്കട്ടെ ഇവിടുന്ന് 12ന് 6 പോയാൽ അവിടെ 2 ഉണ്ടാവും s സ്ക്വയറിന് s പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു s ഉണ്ടാവും t പോയി ഓക്കെ യെസ് അപ്പൊ അത് കഴിഞ്ഞു മൈനസ് 18st സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 18ന് 6 പോയാൽ അവിടെ ബാക്കി ഉണ്ടാവും 6 പോകാൻ ഡിവൈഡഡ് ബൈ 6 ആണ് 18 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ 3 ആണ് സോ 3 പിന്നെ അവിടെ s പോയി പിന്നെ അവിടെ t മാത്രം ഓക്കെ
അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ട്രാൻസ്പോസ് ചെയ്യുക, വീണ്ടും ട്രാൻസ്പോസ് ചെയ്യുന്നത് ഈ 2s മൈനസ് 3t ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാം. ഈ 2s മൈനസ് 3 ഇങ്ങോട്ട് ആവും. ഇവിടെ ഇൻറ്റു ആണ്, സോ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. അപ്പോൾ നമുക്ക് കിട്ടും എന്ത്, p സ്ക്വയർ ഇസ് ഈക്വൽ ടു 6st ഇൻറ്റു 2s മൈനസ് 3t ബൈ 2s മൈനസ് 3t. അപ്പോൾ നോക്കണേ, നോമിനേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ടേംസ് വന്നില്ലേ, അപ്പോൾ അതെന്തായിട്ട് പോകും, ക്യാൻസൽ ആയിട്ട് പോകും. സോ നമുക്ക് എന്ത് കിട്ടും, p സ്ക്വയർ ഇസ് ഈക്വൽ ടു 6st എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. p സ്ക്വയർ ഇസ് ഈക്വൽ ടു 6st. സോ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ഓക്കെ ആണോ? സോ ഞാൻ നോക്കാം, ഇതുവരെയുള്ള ഫുള്ള് നോക്കാം. 21 വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 21 ഒന്ന് ശ്രദ്ധിച്ചോ, കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടും. ഓക്കെ, യെസ്. അപ്പോൾ ട്രാൻസ്പോസിങ്ങും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. യെസ്, അപ്പോൾ അതൊക്കെയാണല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാനോ. 22 ഇനിയുള്ളത് അത്ര ഡിഫിക്കൽട്ടീസ് ഇല്ല. സോ നോക്കിക്കോ, ഇവിടെ ഫസ്റ്റ് ആണ് എന്താ, p/q = 2:3 ആൻഡ് ക്വസ്റ്റ്യനെ വായിക്കുന്നത് x/y = 4:5. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് 5px പ്ലസ് 3qy ഈസ് ടു 10px പ്ലസ് 4qy. ഇതിന്റെ വാല്യൂ എന്താന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ വാല്യൂ എന്താ? സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. സോ നോക്കട്ടെ, ഫസ്റ്റ് നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, p/q = 2:3 ആണ്. സോ നോക്കിക്കോ, ഇവിടെ നമുക്ക് പറയാൻ പറ്റും p = q ആയിട്ട് എടുക്കുക, q = 3 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. സോ അതുപോലെ തന്നെ x = ഇവിടെ 4ഉം y = 5ഉം ഞാൻ അസ്യൂം ചെയ്യാം, അത്രയാണ്. എന്നിട്ട് അതിന്റെ വാല്യൂ കണ്ടാൽ ഫസ്റ്റ് ആയിട്ട് ടേംസ് എന്താ, 5px പ്ലസ് 3qy. അതല്ല ഫസ്റ്റ് ടേം, ഫസ്റ്റ് റേഷ്യോ അല്ല, ഫസ്റ്റ് ടേം എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേരൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാവും, ആൻറ്റിസിഡന്റ്. അപ്പൊ നമ്മുടെ 5px, അപ്പൊ നമ്മുടെ 5 ഇൻറ്റു p എത്ര, 2 ഇൻറ്റു x എത്ര 4 പ്ലസ് രണ്ടാമത്തെ 3qy, ഇപ്പൊ എന്തരും 3 ഇൻറ്റു q എത്ര 3 പ്ലസ് y എത്ര 3qy, y എത്ര 5 equal to 5 into 2 10 plus 4 40 plus ഇനി ഇവിടെ 3 into 3 9 into 5 എത്ര 45. സോ എത്ര വരും, അത് ചെയ്യുമ്പോൾ നമുക്ക് 85. അപ്പൊ ഇതിൽ ഫസ്റ്റ് ടേമിന്റെ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് 5px എന്ന് പറയുന്നത് എത്രയാണ്, 85 ആണ്. ഇനി രണ്ടാമത്തെ ടേമിന്റെ കണ്ടാൽ മതി. രണ്ടാമത്തെ ടേം എന്താ, സെക്കൻഡ് ടേം 10px പ്ലസ് 4qy. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10 ഇൻറ്റു p എത്രയാണ് 2 ഇൻറ്റു x എത്രയാണ് 4 പ്ലസ് രണ്ടാമത്തെ 4 ഇൻറ്റു q എത്ര 2 ഇൻറ്റു what is y = 5. then 10 into 2 20 into 4 എത്ര വരും 80 പ്ലസ് രണ്ടാമത്തെ 4 into 2 8 into 4 40. ഇപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, സോറി ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നോക്കട്ടെ, q ആണ് 4qy ആ, q എന്ന് പറയുന്നത് 3 ആണ്, ഇവിടെ 3 ആയിരുന്നു കേട്ടോ. സോ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, സോറി. സോ ഇവിടെ 3. സോ 80 പ്ലസ് 4 ഇൻറ്റു 3 12 ഇൻറ്റു 5 60. സോ 80 പ്ലസ് 60 എന്ന് പറയുന്നത് 140 വരും. ഓക്കെ, ഇവിടെ 3 ആയിരുന്നു കേട്ടോ, നോട്ട് ചെയ്തോ. സോ നേരത്തെ ഞാൻ 2 എഴുതിയത്, അത് p ആയിരുന്നു. q എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, യെസ്. സോ അപ്പം രണ്ടാമത്തതിന്റെ വാല്യൂ കിട്ടി, എത്രയാണ് കിട്ടിയത്, രണ്ടാമത്തതിന്റെ വാല്യൂ 140 കിട്ടി. അപ്പൊ നമുക്ക് ഇതിന്റെ റേഷ്യോ കിട്ടി. ലാസ്റ്റ് എത്ര കിട്ടിയത്, 85:140. ഇതാണ് നമുക്ക് കിട്ടിയ ലാസ്റ്റ് റേഷ്യോ. ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നതിന്റെ വാല്യൂ 85:140 ആണ്. പക്ഷെ നമ്മുടെ അത് ഓപ്ഷനിലുണ്ടോ, ഇല്ല. പക്ഷെ നമുക്ക് ഓപ്ഷനിലുണ്ട്. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. രണ്ട് ടേമിന് ഡിവൈഡഡ് ബൈ 5 വെച്ച് ചെയ്യാം. രണ്ട് ടേമിന് ഡിവൈഡഡ് ബൈ 5, രണ്ട് ഡിവിസിബിൾ ബൈ 5 ആണ്. സോ നമ്മുടെ 85/5 80/5 5 ഈസ് ടു 140/5.
അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റേഷ്യോയുടെ പ്രോപ്പർട്ടിയാണ് ഒരു നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വാല്യൂ മാറൂല. സോ 85 എത്ര 5 ഉണ്ട്? 17 ഈസ് ടു 140 എത്ര 5 ഉണ്ട്? 28. Then the last answer is equal to 17 is to 28. അത് ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. വാട്ട് ഈസ് ദ ഓപ്ഷൻ? ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. സോ നോക്കിക്കോ, ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നോക്കട്ടെ 23. The number which when subtracted from each term the ratio 19 is to 31 reducing is to 1 is to 5. എന്താ പറഞ്ഞത്? 1931 ഇതിന്ന് ഏതോ ഒരു നമ്പർ, സപ്പോസ് എക്സ് ആണെന്ന് വിചാരിക്കും, ഏതോ ഒരു നമ്പർ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിന്റെ റേഷ്യോ എന്തായിട്ട് മാറും? 1/4 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഞാൻ ആ കണ്ടീഷൻ ആ സെന്റൻസിൽ പറഞ്ഞത് 19:31 എന്ന് പറയുന്ന ഏതോ ഒരു നമ്പർ ഉണ്ട്, അതിന് എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ കുറക്കുമ്പോൾ അതിന്റെ റേഷ്യോ എന്തായിട്ട് മാറും? 1:4. ഞാനിപ്പോ ഈ പറഞ്ഞിട്ടുള്ള സെന്റൻസ് ആണ് ഞാൻ എന്ത് ചെയ്തത് ഇവിടെ, ഞാൻ അത് മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതി. ഇനി ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയപ്പോൾ ജസ്റ്റ് ഇതിന് എക്സ് ഫൈൻഡ് ചെയ്താൽ മതി. ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, 4നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുക. അപ്പൊ എന്തായിട്ട് മാറും? 4 into 19 minus x into 1 into 31 minus x ഉണ്ടെങ്കിൽ 30 minus x. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 4 into 19 എന്ന് പറയുന്നത് 4 into 1 76 minus 4x is equal to 31 minus x. ജസ്റ്റ് ട്രാൻസ്പോസ് ചെയ്യുക, ഈ 4x അങ്ങോട്ട് കൊണ്ട് -4x അങ്ങോട്ട് കൊണ്ടുപോവുക. സോ എന്ത് വരും? +4x ആവും. ഇവിടെ ആൾറെഡി -x ഉണ്ട്, സോ -x. ഇവിടെ 76 ഉണ്ട്, ഈ 31നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുക, സോ -31 ആവും. രണ്ടും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 45 കിട്ടും. ഇവിടെ 4x - x എന്ന് പറയുന്നത് 3x. ദെൻ x is equal to 3 ഇങ്ങോട്ട് വരുമ്പോൾ 45/3 is equal to 15 കിട്ടും. അപ്പൊ നമ്മുടെ x എത്രയാണ്? 15. അപ്പൊ ഓപ്ഷൻ എന്താണ്? A is the answer. 15 ആണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇനി നമുക്കത് അല്ലാതെയും ചെക്ക് ചെയ്യാം. നോക്കിക്കോ, അപ്പൊ നമ്മൾ നോക്കട്ടെ എന്താ പറഞ്ഞത്? ദ നമ്പർ വിച്ച് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ടേം. 19:31 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, ആ റേഷ്യോയിലെ നമ്പർ. അതിന് ഏതോ ഒരു നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് ഏത് റേഷ്യോ ആയിട്ട് മാറും? 1:4. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മാത്തമാറ്റിക്കലി ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, കറക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാ നോക്കിക്കോ. അപ്പൊ നോക്കട്ടെ, നമ്മൾ ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്യാം. അപ്പൊ നോക്കട്ടെ, ഫസ്റ്റത്തെ നമ്മൾ നമ്പേഴ്സ് ഏതാ? 19ഉം 31ഉം. ഇതിന്ന് ഏത് ഫസ്റ്റത്തെ നമ്പർ ഏതാ? 15. അപ്പൊ രണ്ടിന്ന് ഞാൻ 15 സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് രണ്ടിന്ന് 15 സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പൊ 19 15 സബ്സ്ട്രാക്ട് ചെയ്ത 4, 31 15 സബ്സ്ട്രാക്ട് ചെയ്ത് എന്ത് കിട്ടുക? 16, 16 കിട്ടുക. സോ നോക്കട്ടെ, ഇത് നമ്മളുടെ റേഷ്യോ. ഇത് നോക്കട്ടെ, ഇപ്പൊ ഏത് റേഷ്യോ അല്ല? 4:16 ആണ്. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്തൂടെ? 4 വെച്ചിട്ട്, രണ്ടിന് 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ 1:4 വരും അല്ലേ? അപ്പൊ നോക്കട്ടെ, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? അപ്പോഴും ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ആണെങ്കിൽ ഓപ്ഷൻ ബി 5 ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നോക്കിയാൽ നമ്പേഴ്സ് ഏതാണ്? 19:31. രണ്ടിന് ഞാൻ 5 വെച്ച് കുറക്കാണ്. സോ 19 5 കുറക്കുമ്പോൾ 14 വരും. 31 5 കുറക്കുമ്പോൾ 26 വരും. ഇതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7:13. ഇതാണ് നമ്മുടെ റേഷ്യോ. 7:13 ആണ് ഇത് റേഷ്യോ കിട്ടുമ്പോൾ. നമ്മുടെ റേഷ്യോ എന്താ? 1:4 അല്ല. അത് കിട്ടുന്നുണ്ടോ? ഇല്ല. സോ നമുക്ക് അങ്ങനെ ഓപ്ഷൻസ് വെച്ച് ചെക്ക് ചെയ്യാം. ഓപ്ഷൻസ് വെച്ച് ഏതാണോ കറക്റ്റ് കിട്ടുന്നത് അത് വെച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം ഏതാണ് ആൻസർ. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആണല്ലോ. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്തോ. 25th പോവാം. സോ നോക്കിക്കോ, ഡെയിലി ഏർണിങ്സ് ഓഫ് 2 persons ഇൻ ദ റേഷ്യോ 4:5. രണ്ടാൾക്കാരുടെ റേഷ്യോ, ഏർണിങ്സുകൾ തമ്മിലുള്ള റേഷ്യോ 4:5 ആണ്. ആൻഡ് ദർ എക്സ്പെൻസ് ആർ ഇൻ ദ റേഷ്യോ 7:9. അവരുടെ എക്സ്പെൻസ് എന്താ? 7:9 ആണ്. സോ ആൻഡ് ഇഫ് ഈച്ച് സേവ്സ് 50 rupees, രണ്ടാളും 50 രൂപയാണ് സേവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദർ ഏർണിങ്സ്, അവരുടെ ഏർണിങ്സ് എന്താ? ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യത്തിൽ ചെയ്യാം. അപ്പൊ നോക്കിക്കോ, എന്താണ് ഈ ഏർണിങ്സ് എന്ന് പറയുന്നത്? നമുക്ക് പറയാൻ പറ്റും, ഏർണിങ്സ് എന്ന് പറയുന്നത് എക്സ്പെൻസ് പ്ലസ് സേവിങ്സ് ആണ്. എക്സ്പെൻസ് പ്ലസ് സേവിങ്സ് ആണ് എന്ത്? ഏർണിങ്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്? ഏർണിങ്സ് മൈനസ് സേവിങ്സ് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ സേവിങ്സ് ഇസ് ഈക്വൽ ടു എക്സ്പെൻസ്.
ഓക്കെ, ഈ ഇക്വേഷൻ ആദ്യം അറിഞ്ഞിരിക്കണം. ഇതിന്റെ അതേ സെയിം മോഡലിലുള്ള നമ്മളൊരു എക്സാമ്പിൾ ആൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. എവിടെ നമ്മൾ ഇത് ചെയ്തപ്പോൾ, ഏത് എക്സാമ്പിൾസ് ചെയ്തപ്പോൾ. ഓക്കെ, യെസ്. അപ്പൊ നോക്കിയത് എങ്ങനെയാണ് നമ്മൾ ആദ്യം മാത്തമാറ്റിക്കലി ചെയ്യുന്നത്. ഇവിടെ ഏണിങ്സ് എത്രയാണ്? ഏണിങ്സുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് ഇവിടെ 4:5. അതുപോലെ തന്നെ അവരുടെ രണ്ടാണ് ഈ സേവിങ്സ് എത്ര 50. അപ്പൊ ഞാൻ നോക്കട്ടെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ആളുടെ ഏണിങ്സ് എത്ര 4 അല്ലേ? അപ്പൊ 4 മൈനസ് അയാളുടെ, ഞാൻ അതിന് 4 ആണ് അവരുടെ റേഷ്യോ. സോ ഞാൻ അതിന് 4x ഏണിങ്സ് തമ്മിലുള്ളത്. ഏണിങ്സ് എന്ന് പറയുന്നത് ഞാൻ ഇതിന് 4x is to 5x. ഒരാളുടെ ഏണിങ്സ് അവരുടെ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ്. സോ നമ്മൾ അതിന്റെ ഏണിങ്സ് ഞാൻ 4x 5x ആയിട്ട് എടുക്കാം. അവരുടെ രണ്ടാളെയും സേവിങ്സ് എത്രയാണ് 50. രണ്ടാളും 50 ആണ്. അപ്പൊ നോക്കിക്കോ, ഞാൻ ഫസ്റ്റ് ആളുടെ എഴുതാണ്. ഫസ്റ്റ് ആളുടെ എന്ത് വരും? 4x ആണ് അയാളുടെ ഏണിങ്സ്. അതിൽ നിന്ന് മൈനസ് 50 ചെയ്യുമ്പോൾ അയാളുടെ 4x മൈനസ് 50 എന്ന് പറയുന്നത് അയാളുടെ എന്തായിരിക്കും? എക്സ്പെൻസ് ആയിരിക്കും അല്ലെ? അപ്പൊ അയാളുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? അവരുടെ എക്സ്പെൻസുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 7:9. സോ ഞാൻ അതിന് 7 എഴുതാണ്. ഡിവൈഡഡ് ബൈ ഈ രണ്ടാമത്തെ ആളുടെ ഏണിങ്സ് പറയുന്നത് 5x ആണ്. അതിൽ അയാൾ 50 സേവ് ചെയ്യുന്നു. അങ്ങനെ വെച്ചാൽ അയാൾ തമ്മിലുള്ള അയാളുടെ എക്സ്പെൻസ് തമ്മിലുള്ള റേഷ്യോ എന്താ? 7:9. സോ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം, കാരണം ഇതാണ് ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ടേംസ്. നോക്കിക്കോളും, ഫസ്റ്റ് ടേമിലുള്ള നോക്കടാ, ഫസ്റ്റത്തെ ആളുടെ ഏണിങ്സ് മൈനസ് എക്സ്പെൻസ്, അയാളുടെ എക്സ്പെൻഡിച്ചർ. ഇവിടെ ഞാനിപ്പോ വൈയോ എക്സോ കൊടുക്കാതെ എന്താ വെച്ചാൽ അത് രണ്ടും ക്യാൻസൽ ആയിട്ട് പോകും. ഇവിടെ റേഷ്യോ ആയിട്ട് എഴുതിയുണ്ട്. അവിടെ രണ്ടാമത്തെ ആളുടെ ഏണിങ്സ്, അതിൽ നിന്ന് സേവിങ്സ് കുറച്ചു. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? അതിന്റെ എക്സ്പെൻഡിച്ചർ തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. എങ്ങനെ എക്സ് കണ്ടോ? സോ അതിനു വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇവിടെ നോക്കണം, 9 ഇങ്ങോട്ട് കൊണ്ടുവരാം, 9 ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുക, ഈ ടേംസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്തായിട്ട് മാറും? 9 into 4x minus 50 is equal to 7 into 5x minus 50. ഓക്കെ, നോക്കട്ടെ, ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ 9 into 4x 36x minus 9 into 50 450 is equal to 7 into 5x 35x 7 into minus 50 350. ഇനി 36x ഉണ്ട് ഇവിടെ. ഈ 35x ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 35x. ഈ മൈനസ് 450 അങ്ങോട്ട് ഉണ്ട്. അപ്പൊ എന്ത് വരും? പ്ലസ് 450 മൈനസ് 350 അല്ലെ? ബാക്കി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. 36x മൈനസ് 35x x is equal to 450 മൈനസ് 350 എത്ര? 100. x is equal to 100. എന്തായിരുന്നു അവരുടെ ഏണിങ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്? 4x-ഉം 3x-ഉം 5x-ഉം ആയിട്ട് നമ്മുടെ എന്ത് ചെയ്ത് ഏണിങ്സ് കൺസിഡർ. അങ്ങനെ വെച്ചാൽ അവരുടെ ഏണിങ്സ് എന്തായിരിക്കും? ഏണിങ്സ് എന്ന് പറയുന്നത് ഒരാളുടെ ഏണിങ്സ് എത്ര? 4x അല്ലേ? അതായത് 4 into x എത്ര? 100. ഒരാളുടെ ഏണിങ്സ് എത്ര? 400. രണ്ടാമത്തെ ആളുടെ എത്ര? 5x അല്ലേ? 5 into 100 500. അപ്പൊ രണ്ടാമത്തെ ആളുടെ എത്ര? ഇതാണ് അവർ നമ്മളെ റേഷ്യോ, അവരുടെ ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഓക്കെ, ഇതാണ് അവരുടെ ഏണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്തോ, സ്ക്രീൻഷോട്ട് എന്താ ഷോർട്ടർ ഇറ്റ് ഈസ്. ഓക്കെ, സോ റേഷ്യോ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കൺസെപ്റ്റ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ലാസ്റ്റത്തിലോട്ട് കടന്നാലോ? ലാസ്റ്റത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ബിറ്റ്വീൻ ദ സ്പീഡ് ഓഫ് 2 trains 7:8. ഒരാളുടെ 2 ട്രെയിൻ ഉണ്ട്, അവരുടെ സ്പീഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്താണ്? 7:8. ഇഫ് ദ സെക്കൻഡ് ട്രെയിൻ റൺസ് 400 kilometer in 5 hours. 400 kilometer 5 മണിക്കൂർ കൊണ്ട് ദ സ്പീഡ് ഓഫ് ദ ഫസ്റ്റ് ട്രെയിൻ. സ്പീഡ് ഓഫ് ദ സെക്കൻഡ് ട്രെയിൻ അല്ല ചോദിച്ചാൽ, സ്പീഡ് ഓഫ് ദ ഫസ്റ്റ് ട്രെയിൻ. ആദ്യം നമ്മൾ സ്പീഡ് ഓഫ് സെക്കൻഡ് ട്രെയിൻ. അപ്പൊ സെക്കൻഡ് ട്രെയിനിന്റെ സ്പീഡ് എന്താ പറഞ്ഞത്? സെക്കൻഡ് ട്രെയിനിന്റെ സ്പീഡ് എന്താ പറഞ്ഞത്? 4 kilometer per 5 hour. 5 മണിക്കൂർ കൊണ്ട് 5 കിലോമീറ്റർ പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 hour കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ഫോർ 1 hour എത്ര പോകും അല്ലെ? 400/5 എത്രയാണ്? 8 ആണ്. അതായത് 5 മണിക്കൂർ കൊണ്ട് 400 കിലോമീറ്റർ പോകുന്നുണ്ടെങ്കിൽ 80 kilometer per hour ആയിരിക്കും അതിന്റെ സ്പീഡ്. അപ്പൊ രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് എത്രയെന്ന് കിട്ടി? അത് എത്രയാണ്? 80.
ഓക്കെ യെസ്. ഈ സ്പീഡ് ട്രെയിനുകൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ട്രെയിനുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 7:8 ആണ്. അപ്പൊ രണ്ടാമത്തെ അതിന്റെ റേഷ്യോ ആണ് 7:8. അപ്പൊ രണ്ടാമത്തിന്റെ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റത്തിന്റെ സ്പീഡ് ഞാൻ എക്സ് ആയിട്ട് എടുക്കും, രണ്ടാമത്തിന്റെ ട്രെയിനിന്റെ സ്പീഡ് കിട്ടി എന്ത് 8. അപ്പൊ നമ്മുടെ 7:8 is equal to x:8. Then what will be the x? 70. മനസ്സിലായോ? അവിടെ 8നെ 10 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോഴാണ് 80 കിട്ടുന്നത്. സോ 70 എത്ര കൊണ്ട് ഇൻഡ് ചെയ്യേണ്ടി വരും? 70. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ യെസ്. അപ്പൊ നമ്മൾ നോക്കട്ടെ ഫുൾ എക്സസൈസ്. ഇപ്പൊ റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ കൺസെപ്റ്റ് ഫുൾ ആയിട്ട് നോക്കുകയും അതുപോലെ തന്നെ ഈ എക്സസൈസ് കറക്റ്റ് ആയിട്ട് നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾ എക്സാമിന് പേടിക്കേണ്ട ആവശ്യമില്ല. അത്ര എക്സാമിന് മാത്സിന് വരുള്ളൂ. ഇതിന് കൂടുതലൊന്നും മാത്സ് എക്സാമിന് വരാൻ ചാൻസ് ഇല്ല. സോ നോക്കിക്കോ. പക്ഷെ ഈ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, കാരണം കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ 21 അതുപോലെ തന്നെ 20 എന്താണ് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പൊ ഇതിന്റെ റേഷ്യോ ഇതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. അതിന് ഏത് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ നമുക്ക് എഴുതാനുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടും, ഓബ്വിയസ്ലി കിട്ടും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. നമ്മളത് എക്സാമിന്റെ തലേന്ന് ആ ക്വസ്റ്റ്യൻസ് മാത്രം റിവൈസ് ചെയ്തിട്ടാണ് എക്സാമിന്. ഓക്കെ ഓക്കെ. അപ്പൊ ദാറ്റ്സ് ഫോർ ടുഡേ. നമ്മൾ ഈ ക്ലാസ്സിൽ ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് അടുത്തൊരു യൂണിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ബൈ.